ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് ദിവസം വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി അപ്ഡേറ്റ്സ് നോക്കുമ്പോൾ ഒരു ലോഡ് അപ്ഡേറ്റ്സിനെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അന്വേഷിക്കുന്ന ജനനായകൻ ഫസ്റ്റ് സിംഗിളുടെ ഡേറ്റ് വരെയുണ്ട്. പിന്നെ ടൈറ്റിൽ കൊടുത്ത പോലെ ലിയോ അപ്ഡേറ്റും ഉണ്ട്. അത് എന്താണെന്ന് അറിഞ്ഞിട്ട് പോവുക. അപ്പോൾ കടക്കാം. ജനനായകന്റെ തിയേറ്ററിക്കൽ റേറ്റ്സ് തമിഴ്നാട് തിയേറ്ററിക്കൽ റേറ്റ്സ് ലിയോയുടെ ഓൾ ടൈം റെക്കോർഡ് മാറിക്കടന്ന് ഏറ്റവും വലിയ റേറ്റ്സ് പോയ പടമായി ജനനായകൻ മാറിയിരിക്കുന്നു. എത്ര കോടിക്കാണ് മേടിച്ചതെന്ന് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് കിട്ടുമായിരിക്കും. അടുത്തത്, തമിഴ് സിനിമ ട്രെൻഡാണല്ലോ ഈ ഒരു ഓൾഡ് സോങ് ആഡ് ചെയ്തതിൽ. പലതിലും വെറുപ്പിലായി തോന്നും, ചിലത് നല്ലതായിട്ട് തോന്നും. ജനനായകനിലും ഒരു ഓൾഡ് സോങ് റീമിക്സ് ചെയ്തുള്ള അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് MGRന്റെ ഞാൻ ആണയിട്ടാൽ സോങ്ങിന്റെ ഒരു റീമിക്സ് വെർഷൻ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. പ്ലേസ്മെന്റ് കറക്റ്റായ നല്ല കിടിലൻ സീൻ കിട്ടും. നെക്സ്റ്റ്, ഈ പടത്തിൽ വരാൻ പോകുന്ന ഒരു സീനിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ഗില്ലി മൂവി അറിയാലോ, അതിൽ വിജയ് ജീപ്പിൽ പ്രകാശ് രാജിനെ തോർത്തുകൊണ്ട് കെട്ടി ഓടിപ്പോകുന്ന സീൻ ഉണ്ടല്ലോ, സെയിം സീന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ജനനായകനിൽ. റൂമേഴ്സ് ആണ്. നമ്മുടെ ജനനായകനിലും പ്രകാശ് രാജ് ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ ഒരു റെഫറൻസ് ആയിട്ടാണ് യൂസ് ചെയ്ത് നിൽക്കുന്നത് പറയുന്നത്. അടുത്ത അപ്ഡേറ്റ് ഫസ്റ്റ് സിംഗിൾ അപ്ഡേറ്റ് തന്നെ തരാം. ഫസ്റ്റ് സിംഗിൾ സെപ്റ്റംബർ 5 എന്നൊരു പ്ലാൻ ആയിരുന്നു ടീമിന് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ അന്ന് HVNOന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മേക്കിംഗ് വീഡിയോ ലിംസ് ഇറക്കി അത് ഒഴിവാക്കി. ഒരുപാട് നേരത്തെ റിലീസാക്കുന്നത് പോലെ ഉള്ളത് കൊണ്ടാണ് മാറ്റിയത്. എന്നാൽ ഇപ്പോൾ കൺഫേംഡ് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒക്ടോബർ 20 ഫസ്റ്റ് സിംഗിൾ വരുന്നത്. ആ ഒരു ദീപാവലി ടീം തന്നെയാണ് ഫസ്റ്റ് സിംഗിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഫസ്റ്റ് സിംഗിൾ കാര്യം ചോദിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഇനി ഒക്ടോബർ 20 വരെ കാത്തിരിക്കണം. ദീപാവലി തൊട്ടാണ് പടത്തിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ്, ജനനായകനിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഓഡിയൻസ് ആണ്. ഈ വട്ടം ഉണ്ടാകാൻ പോകുന്നത് ജനനായകന്റെ ഓഡിയൻസ് നോർമൽ പോലെയല്ല, ഒരു വൻ ഗ്രാൻഡ് ആയിട്ടാണ് വരുന്നത്. കാരണം ഇത് ഓഡിയൻസ് മാത്രമല്ല, വിജയുടെ ഫെയർവെൽ ഫംഗ്ഷനും കൂടിയാണ്. തമിഴ് സിനിമയിൽ നിന്ന് ഒഫീഷ്യലി റിട്ടയർഡ് ആയതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ കൂടിയാണ്. വിജയുടെ ഒപ്പം സിനിമ ചെയ്ത ഇപ്പോഴുള്ള എല്ലാ ഡയറക്ടർമാരും വരുന്ന ഫംഗ്ഷൻ കൂടിയാണെന്ന് പറയുന്നു. വേറെ ടോപ്പ് ആക്ടേഴ്സിനൊക്കെ പ്രതീക്ഷിക്കാം. മലേഷ്യയിൽ നടക്കുന്നത് വൻ ഗ്രാൻഡ് ആയിട്ട് നടക്കുന്നത്. കോളിവുഡ് ഇൻഡസ്ട്രി ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള സിറ്റിംഗ് കപ്പാസിറ്റി കൂടിയ ഓഡിയൻസ് കൂടിയാണ്. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് ജനനായകന്റെ ക്ലൈമാക്സ് ഫൈറ്റിന്റെ ഒരു അപ്ഡേറ്റ് ആണ്. ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ജനനായകനിലെ റോബോട്ട്സായി ബന്ധമുള്ള സീക്വൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന്. ഇപ്പോൾ അതിനെപ്പറ്റി വന്നിരിക്കുന്ന റൂമേഴ്സ് എന്താ വെച്ചാൽ ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് ആണ്, റോബോട്ട് വേഴ്സസ് ഹ്യൂമൻ ഫൈറ്റ് സീക്വൻസ് ആണെന്ന് പറയുന്നു. ഒരു പൊളിറ്റിക്കൽ പടത്തിൽ റോബോട്ടിൽ ഫൈറ്റ് എന്തിനാണെന്ന് അറിയില്ല. കൃത്യമായി കഥയെ കണക്റ്റായി വരുന്നത് പോലെ ആക്കണം, അല്ലാണ്ടായിപ്പോയാൽ പണിയാകും. നല്ലൊരു മേക്കിംഗ് കൂടി വേണം. എന്തായാലും ക്ലൈമാക്സ് ഒരു വലിയൊരു സീക്വൻസ് ആണെന്നാണ് പറയപ്പെടുന്നത്. ലാസ്റ്റ് അപ്ഡേറ്റ്, ലിയോ സാൻഡി മാഷ് നമുക്കറിയാം. ലിയോയിലും ഇപ്പോൾ ലോകയിലൊക്കെ വില്ലൻ വേഷം ചെയ്ത ആൾ. ലോകയുടെ സക്സസ് പ്രമാണിച്ച് അങ്ങനെ തമിഴ് ഇൻ്റർവ്യൂസിലൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതിൽ എനിക്ക് LC യൂണിവേഴ്സിലും ഞാനൊരു ക്യാരക്ടറാണ്, ലോക യൂണിവേഴ്സിലും ഞാനൊരു ക്യാരക്ടറാണ്. രണ്ട് വലിയ യൂണിവേഴ്സിലും ഉള്ളത് വലിയ കാര്യമാണെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ലിയോ ഡെഡ് ആയില്ലേ, പിന്നെ എങ്ങനെ വീണ്ടും വരുമെന്ന് ചോദിക്കുമ്പോൾ പ്രീക്വൽ ഉണ്ടെന്ന് ഒഫീഷ്യലി പറഞ്ഞു. പക്ഷെ അത് ലിയോ മൂവിയുടെ പ്രീക്വൽ അല്ല, സാൻഡി മാസ്റ്റർ മിസ്റ്റിംഗ് ഗ്യാങ്ങിന്റെ പ്രീക്വലായിട്ട് മുമ്പ് എങ്ങനെയാണ് ചെയ്ത ക്യാരക്ടറിന്റെ കഥയായിട്ട് പറയുന്നൊരു സിനിമ സ്പിൻ ഓഫ് സ്റ്റോറി ആയിട്ട് വരുമെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ നെക്സ്റ്റ് പടം എന്ത് ചെയ്യുന്നു ലൊക്കേഷനെ അറിയില്ല. അതുകൊണ്ട് നടക്കുമെന്ന് യാതൊരു ഉറപ്പില്ല. എന്തായാലും വേറെ അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.